അടുത്തത് 1,50,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനവുമായി 9ാമത്തെ ചോദ്യവുമായി പച്ചക്കുതിര നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ചോദിക്കാം പച്ചക്കുതിര, 9ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കിരൺ ദേശായി രചിച്ച പുസ്തകമേത്? പച്ചക്കുതിര, ഓപ്ഷൻ എ ട്രൂ ലൈവ്സ്, ബി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്, സി 3 mistakes of my life, D the village by the sea. Your time begins now. കിരൺ ദേശായി രചിച്ച പുസ്തകം, ബാലാമണി അമ്മ അല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇത് പണിയാകാൻ സാധ്യതയുണ്ട്. ട്രൂ ലൈഫ്സ് ആണോ, ഇൻഹെറിറ്റൻസ് ഓഫ് ലോവ്സ് ആണോ, 3 mistakes of my life ആണോ, ദി വില്ലേജ് ബൈ ദ സീ ആണോ? ഇതിനെ ഏൽപ്പിച്ചിരിക്കുക. എനിക്ക് ഇല്ല, ഇത് 6 സെക്കൻഡേ ഉള്ളൂ, 5 സെക്കൻഡേ ഉള്ളൂ. ഓപ്റ്റ് ചെയ്തേ. എന്തായാലും നമ്മള് സി, ഓപ്ഷൻ സി ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ സി, 3 mistakes of my life. ഇതിലത് ഉറപ്പില്ലാത്തൊരു സംഭവമാണ്. മിസ്റ്റേക്ക് ആവാൻ തോന്നുന്നല്ലേ? അതുകൊണ്ട് 3 mistakes എന്ന് പറയുമ്പോൾ ഇതൊരു മിസ്റ്റേക്ക് ആകാം. മിസ്റ്റേക്സ് അടുത്ത ലെവലിലൊരു മുന്നേറ്റത്തിലേക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ ചിന്തിക്കാനും, ഇത് തെറ്റിപ്പോയാൽ കൂടുതൽ ഉചിതമാകട്ടെ എന്നൊരു ചിന്തയിൽ ആ ഒരു ലോജിക്കിലാണ് അതിന് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2006 ബുക്കർ പ്രൈസ് ലഭിച്ചയാളാണ് കിരൺ ദേശായി. കിരൺ ദേശായിയുടെ ഈ കൃതിക്കാണ് 2006 ബുക്കർ പ്രൈസ് ലഭിച്ചത്. ശരിയായ ഉത്തരമാണോ എന്നാണ് അറിയേണ്ടത്. ഇത് ശരിയല്ലെങ്കിൽ പോലും മറ്റൊരു ശരിയിലേക്കുള്ള എന്റെ ഒരു ചുവടുവയ്പായി ഞാൻ കണക്കാക്കും എന്ന് പറയുന്ന ഡോക്ടറുടെ മനസ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് തന്നെ പച്ചക്കുതിരോട് ചോദിക്കുകയാണ്, ഏതാണ് ശരിയായ ഉത്തരം? സോ സോറി. വളരെ സന്തോഷമാണ്. ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ആണ്. അതിലൊരു 4 നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു കറക്കിക്കുത്താണ്. എനിക്കുള്ള സന്താഷം എന്ന് വെച്ചാൽ ഈ ചോദ്യമാണ് നേരത്തെ ചോദിച്ചിരുന്നതെങ്കിൽ എപ്പോഴേ തന്നെ പോയേനെ. അപ്പൊ അതൊരു ഭാഗ്യമാണല്ലോ. ഇങ്ങനെ ജീവിതത്തെ പോസിറ്റീവായി കാണുന്ന വളരെ അപൂർവം ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല, അതിൽ നമുക്ക് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ടൈറ്റിൽ തന്നെ ഇതാണ്, നിങ്ങൾ തോറ്റോ എങ്കിൽ രക്ഷപ്പെട്ടു. ഇതാണ് അതിന്റെ ടൈറ്റിൽ. കാരണം നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ എല്ലാവർക്കും പേടിയാണ്. ഒരുപാട് ജീവിതത്തിലെ കൊച്ചു തോൽവികളിലൂടെയാണ് എബ്രഹാം ലിങ്കന്റെയൊക്കെ കഥ പറയുന്ന പോലെ നമ്മൾ വിജയത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ഒരു മലയാള സിനിമാ ഗാനമുണ്ടല്ലോ, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് പറയുന്ന പോലെ ഓരോ ലെവലിലും നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾക്കും കൊച്ചു തിരിച്ചടികൾക്കും ഒക്കെയും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ കൂടുതൽ വലിയ നന്മകൾ നമ്മളിലേക്ക് എത്തുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ലെവൽ വരെ എത്തിയില്ല. അങ്ങനെയാണ് കാണേണ്ടത്. ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ല എന്നോർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. 8 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. സന്തോഷമാണ്. വന്നതിനും പങ്കെടുത്തതിനും ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് പ്രേക്ഷകർക്കും എനിക്കും പകർന്നു തന്നതിനും ഒരുപാട് നന്ദി ഡോക്ടർ. ഇനിയും കാണാം. മായ, വളരെ സന്തോഷം. സോ 1,28,000 രൂപയ്ക്കുള്ള ദുബായ് ഗോൾഡ് സൂക്ക് നൽകുന്ന ഈ സമ്മാനം, ഈ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ ഒലിവിയുടെ കയ്യിൽ കൊടുക്കാം അല്ലേ? മോൾക്കാണ് സമ്മാനം. ഇനി പച്ചക്കുതിരയിൽ മത്സരിക്കാനെത്തിയ 4 കുടുംബങ്ങളെ ഓരോരുത്തരെയായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മാത്യു ജോൺ ആൻഡ് ഫാമിലി ഫ്രം എറണാകുളം, പ്രകാശ് കുമാർ ആൻഡ് ഫാമിലി ഫ്രം കണ്ണൂർ, വയനാട്ടിൽ നിന്നും വന്ന ഷാനിദും കുടുംബവുമാണ് അടുത്തത്. കാസർഗോഡ് നിന്നെത്തിയ അനിൽകുമാറിനെയും കുടുംബത്തെയും ഞാൻ പച്ചക്കുതിരയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവർ 4 പേരിൽ നിന്നും ആദ്യമായി ആരാണ് ഈ മത്സര പദത്തിലേക്ക് എത്തുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രതീക്ഷാ സൂചനയിലേക്ക്. പ്രശസ്തമായ ഒരു സിനിമയെക്കുറിച്ചുള്ള സൂചനകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ പോകുന്നത്. 1-ലധികം ഭാഷകളിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ചിത്രം.
പ്രശസ്ത സംവിധായകനായ മണിരത്നമാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. രാവൺ ശരിയായ ഉത്തരമാണ്. കണ്ണൂരിൽ നിന്ന് വന്ന പ്രകാശ് കുമാറിനെയും കുടുംബത്തെയും ഞാൻ ബഹുമാനപൂർവ്വം പച്ചക്കുതിരയുടെ ഈ മത്സര പഥത്തിലേക്ക് ആനയിച്ചുകൊള്ളട്ടെ. നമസ്കാരം സാർ. പ്രകാശ് കുമാർ ആൻഡ് ബിജുല പ്രകാശ് കുമാർ, രണ്ടുപേരെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച സന്ദർഭം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പച്ചക്കുതിരയിൽ വന്ന് എന്നോട് സംസാരിക്കാൻ സാധിക്കുന്നതാണെന്ന് പറയുന്നത്. അത് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. എന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ കഴിയുന്നത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു എന്നറിയുമ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യം. എന്താണ് അങ്ങനെ അത്ര ഒരു സന്തോഷം തോന്നാൻ, അല്ലെങ്കിൽ അത് എഴുതാൻ തോന്നിയത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കൊരു സിനിമാ താരത്തെ ഒരു അടുത്ത് കാണുക, അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു അവസരം നമുക്ക് സൃഷ്ടിച്ചു തന്നത് കൈരളി ടിവിയും പച്ചക്കുതിര സംഘാടകരൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. പ്രകാശ് കുമാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ. ഇപ്പോ കുറച്ച് വളരെ സജീവമായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കംപ്ലൈന്റ് ഹോട്ടലിനെ കുറിച്ചൊക്കെ ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. ജനങ്ങളും വളരെ ബോധവാന്മാരാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച്. അവർ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും നല്ലതായിരിക്കണം, വിഷാംശം കലർന്നവയാവരുത്, പഴകിയതാവരുന്നൊക്കെ ജനങ്ങൾക്കും അതിനെപ്പറ്റി നല്ല ബോധമുണ്ട്. പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു? ഒരുപാട് ഇൻസ്പെക്ഷനൊക്കെ നടത്താനും അതിന് ജനങ്ങളുടെ സഹകരണമൊക്കെ നല്ലപോലെ ഉണ്ടോ? ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ സഹകരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ബിജുല ഹൗസ് വൈഫാണ് അല്ലേ? കുടുംബം, കുട്ടികള് രണ്ടുപേരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? മകൾ നതാശ പ്രകാശ് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. കണ്ണൂർ സെന്റ് തെരേസ സ്കൂളിൽ. മകൻ 4 വയസ്സ് UKG പഠിക്കുന്നു. എനിക്ക് പ്രകാശ് എഴുതിയ ഒരു കാര്യം വളരെ അത്ഭുതകരമായി തോന്നി. സുഹൃത്ത് ബന്ധത്തെപ്പറ്റി ചോദിച്ചപ്പോൾ മുമ്പ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ വരുമോ? നമുക്ക് സുഹൃത്തുക്കൾ ഇല്ലാത്തൊരവസ്ഥ വരുമോ? പക്ഷേ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സഹായത്തിനെത്തുന്ന ആളാണ് നമ്മൾ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സഹായം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും വേണം അങ്ങോട്ടും വേണം. പക്ഷേ അങ്ങനെ എനിക്കൊരു ആപത്ഘട്ടം വരുമ്പോൾ എന്നെ സഹായിക്കാൻ എന്റെ സുഹൃത്തുക്കൾ ഇല്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ എപ്പോഴെങ്കിലും ഒരു ആത്മവിമർശനം നടത്തി നോക്കിയിട്ടുണ്ട്? എന്റെ സുഹൃത്തുക്കളോടുള്ള ഇടപെടൽ നല്ലതല്ലാത്തതുകൊണ്ടാണോ എനിക്ക് സുഹൃത്തുക്കളില്ലാത്തത്? ഞാൻ സുഹൃത്തുക്കളെ വേണ്ട രീതിയിൽ സഹായിക്കാത്തതുകൊണ്ടോ സന്തോഷിപ്പിക്കാത്തതുകൊണ്ടാണോ എനിക്ക് സുഹൃത്തുക്കളില്ലാത്തത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ സുഹൃത്തുക്കളോട് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചും ഇങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ സുഹൃത്തുക്കൾ വേണം പ്രകാശ്. നമുക്ക് എല്ലാ ഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ള സുഹൃത്തുക്കളാണ്. ഒരുപക്ഷെ നമ്മുടെ വലിയൊരു പ്രശ്നം, നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ ഭാര്യയോട് പറഞ്ഞാൽ നമ്മളെക്കാൾ വിഷമിക്കും ചിലപ്പോൾ ഭാര്യ. അയ്യോ, ഇത്രയും വലിയൊരു പ്രശ്നത്തിനാണോ താങ്കൾ എന്ന് വിചാരിച്ച് ഭാര്യ കൂടുതൽ ടെൻഷനാവുകയാണ്. പക്ഷേ വേറൊരു സുഹൃത്തിനോടാണ് അത് പറയുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് എളുപ്പം പരിഹരിക്കാവുന്ന കാര്യമല്ലോ, നമുക്ക് ഇന്നാളോട് പോയ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാം എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ചിലപ്പോൾ ഉണ്ടാവും. സുഹൃത്തുക്കൾ വേണം. സുഹൃത്തുക്കൾ ഇല്ലാതെ വരുന്നത് നമ്മുടെ പോരായ്മയായി തന്നെ കാണണം. അത് തിരിച്ചറിവുണ്ടാക്കിയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവാൻ ശ്രമിക്കണം. സുഹൃത്തുക്കൾ നമുക്ക് എപ്പോഴും ഏത് ഘട്ടത്തിലും നമ്മളെ സഹായിക്കുന്ന ഒരു സുഹൃത്തിന്റെ ഫോൺ കോൾ മതി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ. വലിയൊരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു പരിഹാരം കിട്ടാതെ നടക്കുമ്പോൾ വേറൊരു സുഹൃത്തായിരിക്കും വളരെ എളുപ്പത്തിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തുക. സുഹൃത്ത് ബന്ധത്തിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അത് വലിയൊരു കാര്യമായി തന്നെ കണക്കാക്കണം. അപ്പോൾ പച്ചക്കുതിരയിൽ ഇനി താങ്കൾക്ക് പ്രൈസായി ലഭിക്കുന്നത് തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന ഫർണിച്ചർ മാത്രമാണ്. മത്സരത്തിലേക്ക് കിടക്കാം. സോ 1000 രൂപയ്ക്കുള്ള ഫർണിച്ചർ സമ്മാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബിജുല, ഓക്കെ. പച്ചക്കുതിര, ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ബ്ലാക്ക് ബോക്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേട്ടിട്ടുണ്ടാവും ബ്ലാക്ക് ബോക്സിനെ കുറിച്ച്. ഈ ബ്ലാക്ക് ബോക്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പച്ചക്കുതിര, ഓപ്ഷൻസ്: എ കപ്പൽ, ബി അന്തർവാഹിനി, സി വിമാനം, ഡി കമ്പ്യൂട്ടർ. യുവർ ടൈം ബിഗിൻസ് നൗ. സി വിമാനം. സി വിമാനം എന്നാണ് പറയുന്നത്. പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, സി വിമാനം. ബ്ലാക്ക് ബോക്സിനെ കുറിച്ച് അറിയാം അല്ലേ? കേട്ടിട്ടുണ്ട്. അപ്പോ വിമാനം എന്നാണ് പറയുന്നത്. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം?
സി വിമാനം ശരിയായ ഉത്തരമായിരുന്നു. അറിയാമോ എന്താണ് ബ്ലാക്ക് ബോക്സ് എന്ന്? ബ്ലാക്ക് ബോക്സ് വിമാനത്തിൽ പിന്നെ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. എന്തെങ്കിലും റെക്കോർഡിംഗ് ഡിവൈസ്. കോക്പിറ്റിനകത്തുള്ള ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ആണ് ബ്ലാക്ക് ബോക്സ്. വിമാനം തകർന്നാലും വിമാനം കത്തി നശിച്ചാലും ബ്ലാക്ക് ബോക്സ് നശിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോക്സിലുണ്ടാവും വിമാനത്തിൽ നടന്ന സംഭാഷണങ്ങൾ, പൈലറ്റുമാർ അവസാനമായി സംസാരിച്ചത് എന്താണ്, ഏതെങ്കിലും ഓപ്പറേഷൻസിൽ ഇവർക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഡിവൈസാണ് ബ്ലാക്ക് ബോക്സ്. വിമാനം നശിച്ചാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിമാനം എന്തുകൊണ്ട് തകർന്നു, അല്ലെങ്കിൽ വിമാനത്തിൽ അവസാനം നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു റെക്കോർഡിംഗ് ഡിവൈസാണ് ബ്ലാക്ക് ബോക്സ്. ഈ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണെന്ന് അറിയാമോ? വൈറ്റ് അല്ല, ഓറഞ്ച് കളറാണ് ബ്ലാക്ക് ബോക്സിന്റെ. ഓറഞ്ച് കളറിലാണുള്ളത്. പക്ഷെ അതിന് ഇങ്ങനെ ഒരു ഹിഡൻ ഡിവൈസ് ആയതുകൊണ്ടാണ് അതിന് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. അതിന്റെ നിറം ഓറഞ്ചാണ്. ഓക്കെ, പച്ചക്കുതിര 2000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട, അതല്ലെങ്കിൽ 2000 രൂപയ്ക്കുള്ള തോംസൺ ഹോം ഡിപ്പോയുടെ ഫർണിച്ചർ സമ്മാനമായി ലഭിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം ഏതാണ്? ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു എപ്പിസോഡിൽ കൂടെ താങ്കളുമായി എനിക്ക് സംസാരിക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ ചോദ്യങ്ങളുമായി പച്ചക്കുതിര അടുത്ത ദിവസം വീണ്ടും വരും. അതുവരെ തൽക്കാലം ശുഭരാത്രി.